സ്കൂളിലൊക്കെ പഠനം പാൽപ്പായസമാക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഈ ഉപനിഷത്തോ വേദങ്ങളോ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വളരെ എളുപ്പത്തിൽ നല്ല ഭാഷയിൽ കലികാലത്തെ മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ മുൻ യുഗങ്ങളിലുള്ള പോലുള്ള മനുഷ്യനുള്ള പോലുള്ള ആ ഏകാഗ്രത, അതുപോലെ തന്നെ ബുദ്ധികൂർമ്മത, അതേപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതെല്ലാം കുറഞ്ഞു വരികയാണ്. സുരേഷ് ബാബു സർ, വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. നമസ്കാരം. ഇതാണ് സാറിൻ്റെ ബുക്ക്, ഭാഗവതയാനം. സത്യം പറഞ്ഞാൽ നമുക്കൊരു 18ഓളം മഹാപുരാണങ്ങളുണ്ട്. എന്നിട്ട് കൂടി സർ എന്തുകൊണ്ടാണ് ഈ ഭാഗവതം എന്നതിനെ തന്നെ അടിസ്ഥാനമാക്കിയിട്ട് ഇങ്ങനൊരു പുസ്തകം രചിക്കാൻ കാരണം? അതിൻ്റെ കാരണം പറയണമെന്ന് വെച്ചാൽ നമുക്ക് അനവധി പുസ്തകങ്ങളുണ്ട് എന്നുള്ളതാണ്. സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം ഈ പുസ്തകങ്ങളുടെ ബാഹുല്യമാണ്. ഇപ്പോൾ മറ്റുള്ള മതസ്ഥർക്കാണെങ്കിൽ ഒരു ബൈബിള് അല്ലെങ്കിൽ ഖുറാൻ, അത് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 4 വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതുപോലെ തന്നെ കുറേ പുരാണങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഒരു മനുഷ്യായുസ്സിൽ തന്നെ വായിച്ച് മനസ്സിലാക്കി നമ്മളെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. എത്രയോ ജന്മങ്ങൾ വേണ്ടി വരും ഇതെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. എന്നാൽ ഇതിനെല്ലാം കൂടി ഈ കാലത്തിനനുസരിച്ച് യോജിച്ച തരത്തിൽ ലളിതമായി ആവിഷ്കരിച്ച ഒരു ഗ്രന്ഥം ഏത് എന്നുള്ളൊരു അന്വേഷണത്തിൽ ആചാര്യന്മാർ പറഞ്ഞ് ഞാൻ എത്തിച്ചേർന്നതാണ് ഈ ഭാഗവതത്തിൽ. കാരണം ഈ ഭാഗവതത്തിൻ്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു. കാരണം വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ ഉപനിഷത്തുകളിലും അതുപോലെ തന്നെ ബ്രഹ്മസൂത്രത്തിലും ഒക്കെ പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ധിഷണ അല്ലെങ്കിൽ ബുദ്ധിശക്തി മനുഷ്യന് കുറയാണ്. അപ്പോൾ ഈ ഭാഗവത പുരാണം തുടങ്ങുന്നത് തന്നെ ആ ആശങ്ക പങ്കുവച്ചിട്ടാണ്. ഇതിൽ പറയുന്നു, കലികാലം ആരംഭിച്ചു. അപ്പോൾ കലികാലത്തെ മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ മുൻ യുഗങ്ങളിലുള്ള പോലുള്ള മനുഷ്യനുള്ള പോലുള്ള ആ ഏകാഗ്രത, അതുമാതിരി തന്നെ ബുദ്ധികൂർമ്മത, അതേപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതെല്ലാം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ സത്യയുഗത്തിലാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്നാൽ തന്നെ ആ ഭഗവത് സ്വരൂപം അല്ലെങ്കിൽ ആ ബ്രഹ്മതത്വം അത് ഗ്രഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ആ യുഗത്തിലെ ആചാര്യൻ സത്യാചാര്യനായിരുന്നു. പിന്നെ ദ്വാപരയുഗത്തിലെ ആചാര്യൻ എന്ന് പറഞ്ഞാൽ ദത്താത്രേയ മഹർഷിയാണ്. അപ്പോൾ ആ കാലത്തും അതിൻ്റെ കഴിവ് സത്യയുഗത്തെ അപേക്ഷിച്ച് കുറച്ച് കുറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മറ്റേ ത്രേതായുഗത്തിൽ ദ്വാപരയുഗത്തിലായപ്പോഴും ഈ വ്യാസനാണ് ആചാര്യൻ. അപ്പോൾ വ്യാസൻ വേദങ്ങളെ നാലാക്കാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഒരു വേദം ഉണ്ടായിരുന്നുള്ളൂ. ആ വേദത്തെ ഒരാൾക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവില്ലാതെ 4 ശിഷ്യന്മാർക്ക് ഉപദേശിക്കുകയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹം 18 പുരാണങ്ങൾ എഴുതി. ഇതെല്ലാം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് താൻ ചെയ്ത ആ പ്രവൃത്തിയിൽ ഒരു കൃതാർത്ഥത തോന്നിയില്ല എന്നാണ് പറയുന്നത്. അപ്പം കലികാല മനുഷ്യന് അത്രയും കഴിവില്ലാതെ വന്നു. അപ്പോൾ ഈ ശൗനകാദി മഹർഷിമാർ ആ ആശങ്ക അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും അതുപോലെ തന്നെ മറ്റ് സഹ ആചാര്യന്മാരുമായിട്ടൊക്കെ പങ്കുവച്ചു. എന്നിട്ട് അവരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ കണ്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇനിയുള്ള കാലത്ത് ഈ ഗഹനമായ ശാസ്ത്രങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം ലളിതമായിട്ട് ഒന്ന് ആവിഷ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് അവർക്ക് ഒരു ചക്രം കൊടുത്തു. നേമി ചക്രം, മനസ്സുകൊണ്ടുണ്ടാക്കിയ ചക്രമാണെന്നാണ് പറയണത്. ആ ചക്രവും ഉരുട്ടി അവരോട് യാത്ര ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറേ കഴിയുമ്പം ഈ ചക്രം പെട്ടെന്ന് തന്നെ
ഉടഞ്ഞു പോവും. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഇരിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രതീകാത്മകമായ ഒരു ഭാഷയാണ്, കാവ്യഭാഷ എന്ന് പറയുന്നതിന്. യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മ മനസ്സ് തന്നെയാണ്. ശൗനകാദികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിൻ്റെ ആ മനസ്സാണ്, ആ സമൂഹമാണ്. ആ സമൂഹം സ്വാഭാവികമായിട്ട് ഒരു കാര്യം ചിന്തിക്കുമ്പോൾ മനസ്സുകൊണ്ടാണ് ചിന്തിക്കുക. മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. മനസ്സിൽ നമ്മൾ എന്ത് ചിന്തിച്ചു കഴിഞ്ഞാലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിലേക്ക് തന്നെ വീണ്ടും എത്തും. അപ്പോൾ ആവർത്തന സ്വഭാവം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ആവർത്തന സ്വഭാവം മനസ്സിലാക്കുമ്പം നമ്മൾ മനസ്സിൽ ഏകാഗ്രത ഉണ്ടാവും. അപ്പോൾ ഈ മനസ്സിന് ഈ ആവർത്തന സ്വഭാവം ഉണ്ടാവുന്നത് മനസ്സ് സദാ ഭൂതകാലത്തിലും ഭാവി കാലത്തിലും മാത്രം സഞ്ചരിക്കുന്നത്. കഴിഞ്ഞുപോയ കാലം, വരാനിരിക്കുന്ന കാലം, അങ്ങനെയാണ് ഈ ചക്രം പൂർത്തിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി, അതിലിനി ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഭാവി കാലം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നതാണ്, അതിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചൊരു സത്യം ഈ വർത്തമാനകാലം, ഈ നിമിഷം മാത്രമാണ്. അപ്പോൾ ആ ചക്രം ഉടയുന്ന സമയം എന്ന് പറഞ്ഞാൽ വർത്തമാനകാലമാണ്. ഈ ക്ഷണം എന്ന് പറഞ്ഞ സമയത്ത് ആ ചക്രം ഉടഞ്ഞു പോകുന്നു. അങ്ങനെ നൈമിഷാരണ്യം, നിമിഷം, നൈമിഷികം, അവിടെ വെച്ചിട്ട് ആ ചക്രം ഉടഞ്ഞുപോയി എന്നും അവിടെ വെച്ചിട്ട് അവർ 1000 കൊല്ലം ദീർഘിക്കുന്ന ഒരു സത്രം നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, അവർ ചിന്തിച്ചു എന്ന് തന്നെ ഇതെന്ന് അർത്ഥം എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മുന്നിൽ സൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് ആ സത്രത്തിൽ. സൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളിലെല്ലാം സൂതനുണ്ട്. മഹാഭാരതം വൈശ്യന്മാരിൽ നിന്ന് കഥ കേൾത്തിട്ട് പറഞ്ഞു തരുന്നത് സൂതനാണ്. സൂതൻ എന്ന് പറഞ്ഞാൽ തേരാളിയോടെയാണ്, തേരാളി എന്ന് പറഞ്ഞാൽ ഐക്യമാണ്. അത് വളരെ രസകരമായിട്ട് കഥ പറയുന്ന ആ സമ്പ്രദായം. അപ്പോൾ നോക്കൂ, സാധാരണക്കാരന് എങ്ങനെയാണ് ഗഹനമായ വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുക, അതിൽ അഗ്രഗണ്യനാണ് ഈ സൂതൻ. അപ്പോൾ ഈ സൂതൻ്റെ പേര് ഉഗ്രശ്രവസ് എന്നാണ്. ഉഗ്രശ്രവസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉഗ്രമായ ശ്രവണശേഷിയുള്ള ആളാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും ഏറ്റവും നന്നായി കേൾക്കുന്ന ആൾ, നന്നായി കേട്ട് മനസ്സിലാക്കുന്ന ആൾക്ക് നന്നായിട്ട് പറയാനും കഴിയും. ആ സൂതൻ ആരുടെ മകനാണ്? രോമഹർഷണൻ എന്ന് പറഞ്ഞ സൂതൻ്റെ മകനാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ രോമഹർഷണൻ എന്ന് വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ കഥ കേൾക്കുമ്പം അദ്ദേഹത്തിൻ്റെ രോമാഞ്ചം വരുന്ന പറഞ്ഞ അദ്ദേഹത്തിന്. കാരണം ആ കഥയെ അദ്ദേഹം അനുഭവത്തിലാക്കി മാറ്റി. അപ്പോൾ ഈ 2 ലക്ഷണങ്ങളും സൂതന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഥകൾ അതാണ് സാധാരണക്കാരന് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ രൂപത്തിൽ കഥകൾ പറയുക, ആ കഥകൾ പറഞ്ഞു കൊടുക്കുക, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഈ സൂതൻ ശൗനകാദികളുടെ മുന്നിൽ എത്തിയപ്പം ശൗനകാദികൾ സൂതനോട് ഇതിനു മുന്നേ അവരുടെ ആശങ്ക പങ്കുവെക്കുകയാണ്. എന്താണ്? ഗഹനമായ ശാസ്ത്ര വിഷയങ്ങൾ ലളിതമായി എങ്ങനെ ആവിഷ്കരിക്കാം, അതിന് പറ്റുന്നത് എന്താണ്? അപ്പോൾ അദ്ദേഹം ഭാഗവതം എന്ന ആ കഥ അത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് ലോകത്തിൽ ആദ്യമായിട്ട് നടന്നൊരു സപ്താഹമുണ്ട്. ആ സപ്താഹം എന്ന് പറഞ്ഞാൽ ഇന്നും നമുക്കറിയാം ഭാഗവത സപ്താഹങ്ങൾ വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എത്രയോ സപ്താഹങ്ങൾ നടക്കുന്നുണ്ട്. 7 ദിവസം കൊണ്ട് ഭാഗവത പുരാണം വായിച്ചു തീർക്കുക എന്നുള്ള രീതിയാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ ലോകത്തിൽ ആദ്യമായി നടന്ന ഒരു സപ്താഹമുണ്ട്. ആ സപ്താഹം നടന്നത് പരീക്ഷിത്തിന് മുന്നിലാണ്. അപ്പോൾ ആ പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം കഥ പറഞ്ഞു കൊടുത്തത് ശ്രീശുകൻ എന്ന വ്യാസൻ്റെ പുത്രൻ തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു ശ്രോതാവായി ഇദ്ദേഹം ഉണ്ടായിരുന്നു. ആ കഥയാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഭാഗവതത്തിൻ്റെ എന്താ പറയുക കർട്ടൻ റൈസർ അതാണ്. ഇത് തന്നെ നമ്മളെ ആ പുരാണം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജിജ്ഞാസ നമ്മളിലുണ്ടാക്കും. കാരണം ഇതെല്ലാം നോക്കി മനസ്സിലാക്കി പഠിച്ച് ഞാനെങ്ങനെ ഇത് പഠിക്കും, ഞാനെങ്ങനെ ഇത് മനസ്സിലാക്കും എന്നുള്ള ഉത്കണ്ഠയുള്ള ആൾക്കാർക്ക് അങ്ങനെയല്ല, വരൂ ലളിതമായ ഭാഷയിൽ കഥാരൂപത്തിൽ ഇതെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ പറയാറില്ലേ സ്കൂളിലൊക്കെ പഠനം പാൽപ്പായസമാക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഈ ഉപനിഷത്തോ വേദങ്ങളോ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വളരെ എളുപ്പത്തിൽ നല്ല ഭാഷയിൽ പറയാം.
അങ്ങനെയാണ് ഈ ഭാഗവതത്തിന് ഇത്രയും പ്രചാരം കിട്ടിയത്. ഞാനും ഈ ഭാഗവതം ആ രൂപത്തിൽ വായിക്കാനും പഠിക്കാനും ഇങ്ങനൊരു പുസ്തകം എഴുതാനുണ്ടായ കാരണം അതാണ്. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.